ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം സക്കേവൂസിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ്. നമ്മൾ പലപ്പോഴും ഇത് വായിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിക്കുകയാണ്, സക്കേവൂസിന് ഈശോയെ കാണാൻ തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു കോറസ് പോലെ എല്ലാവരും പറയും, സക്കേവൂസിന് ഈശോയെ കാണാൻ തടസ്സം പൊക്കക്കുറവായിരുന്നു നമ്മൾ പറയും. എന്നാൽ അത് തെറ്റാണെന്നാണ് നമ്മൾ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരുവനുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനം ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണ്: പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. പൊക്കം കുറവായിരുന്നാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിന് കൊണ്ട് അത് സാധ്യമായിരുന്നില്ല എന്നാണ്. അതായത് സക്കേവൂസിന് ഈശോയെ കാണാൻ തടസ്സം ഇപ്പോഴും ജനക്കൂട്ടമായിരുന്നു, പൊക്കക്കുറവല്ലായിരുന്നു. കാരണം ഈശോ ജനക്കൂട്ടത്തിനൊപ്പം പറഞ്ഞ ഈശോ ഒറ്റയ്ക്കാണ് വന്നിരുന്നെങ്കിൽ ഈ പൊക്കം കൊണ്ട് സക്കേവൂസിന് ഈശോയെ കാണാൻ പറ്റുമായിരുന്നു. സക്കേവൂസിന് ഈശോയെ കാണാൻ തടസ്സമില്ലായിരുന്നു ഈശോ ഒറ്റയ്ക്കാണ് വന്നിരുന്നെങ്കിൽ. ഈ സക്കേവൂസിൻ്റെ പൊക്കം ഇനി ഒരടിയായാലും സക്കേവൂസിന് ഈശോയെ കാണാൻ തടസ്സമുണ്ടാകുമായിരുന്നില്ല ഈശോ ഒറ്റയ്ക്കാണ് വന്നിരുന്നെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ച് പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ടത് സാധ്യമായിരുന്നില്ല എന്നാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇതിലൂടെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ജനക്കൂട്ടത്തിനൊപ്പമുള്ള സഞ്ചാരങ്ങളൊന്നും നമ്മൾ ദൈവാനുഭൂതിയിലേക്ക് നയിക്കുന്നില്ല, ദൈവത്തെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നില്ല. കാരണം ജനക്കൂട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അത് ഇന്ന് ഓശാന വിളിക്കും, വെള്ളിയാഴ്ച ആകുന്നതിനും അവനെ ക്രൂശിക്കുക ഓശാന വിളിച്ച ജനക്കൂട്ടം തന്നെയാണ് ഈശോയെ ക്രൂശിക്കുക എന്ന് വിളിച്ചത്. കാരണം ഈ ജനക്കൂട്ടത്തിന് അത് അപ്പം തിന്നും അത്ഭുതം കണ്ടും കൂടെ കൂടിയവരാ. അവർക്ക് വലിയ ആയുസ്സൊന്നുമില്ല, അവരിങ്ങനെ ഓളപ്പരപ്പിൽ സഞ്ചരിക്കുന്നവരാ. അവർ ഇന്ന് ഓശാന വിളിക്കും, നാളെ ഈശോയെ അവനെ ക്രൂശിക്കുക എന്ന് കൊല വിളിക്കും. അതിനുള്ള ജനക്കൂട്ടത്തിന് പ്രത്യേകത. അതുകൊണ്ട് ദൈവത്തോടൊരു ബന്ധമുണ്ടാകാൻ ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു അകലം സൂക്ഷിക്കേണ്ടതും കൂടി ഒരു ആവശ്യകതയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ജനക്കൂട്ടത്തിൽ നിന്ന് അകലം പാലിച്ചെപ്പോഴും എല്ലാം വിട്ടു അങ്ങനെയൊന്നുമല്ല ഇതിനർത്ഥം. നമുക്കറിയാം, ഈശോയെ തന്നെ ശ്രദ്ധിച്ചറിയാം, ഈശോയുടെ ചുറ്റും എപ്പോഴും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. എന്നിട്ടും അവരിൽ നിന്ന് ഒരു 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകുവാനുള്ള പട്ടണങ്ങളിലേക്ക് നാട്ടിൻപുറത്ത് 2 പേരെ അവരെ അയച്ചുവെന്ന് നമ്മൾ ലൂക്കാ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ആ 72 പേര് പിന്നീടും ഈശോയുടെ കുറച്ചുകൂടെ പ്രിയപ്പെട്ട അപ്പസ്തലന്മാർ ഒരു 12 പേര്. അതിൽ നിന്ന് ഒരു 3 പേരെ കൂട്ടിക്കൊണ്ടാണ് ഈശോ ജായിറൂസിന് മകളെ ഉയർപ്പിക്കാൻ പോകുന്നതും അതുപോലെ പിന്നെ താബോർ മലയിൽ രൂപാന്തരപ്പെടുമ്പോഴൊക്കെ പ്രിയപ്പെട്ട ഒരു 3 പേരെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അവരിൽ നിന്നും വീണ്ടും അകലം പാലിച്ചിട്ടാണ് ഈശോ ഒരു കല്ലേറ് ദൂരം മാറിയിരുന്നൊക്കെയാണ് പ്രാർത്ഥിച്ചത്. അതായത് പിതാവുമായിട്ട് ഈശോയ്ക്ക് എപ്പോഴും ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. ദൈവപിതാവുമായിട്ട് സ്നേഹബന്ധം. രാത്രിയിലെല്ലാം ഈശോ ഇങ്ങനെ പകലത്തെ സുവിശേഷ പ്രവർത്തന ശേഷം രാത്രിയിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് ദൈവത്തോടൊരു സ്നേഹബന്ധം വേണം. ദൈവത്തോടൊരു സ്നേഹബന്ധം, അതിന് നമുക്കൊരു ഏകാന്തത നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് ഈ ഭാഗത്തോടെ പരിശുദ്ധാത്മാവ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15-17 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഉല്ലാസ ജീവിതം നയിക്കുന്നവരോടുകൂടി ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് ഞാൻ സന്തോഷിക്കുകയോ ചെയ്തില്ല. അങ്ങയുടെ കരം എൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. അതായത് ദൈവത്തോടൊപ്പം നമുക്കൊരു സ്നേഹബന്ധം ദൈവത്തോടുണ്ടാവണം. ദൈവത്തോട് എല്ലാ രീതിയിലും സ്നേഹബന്ധം ഈശോയിലില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വെള്ളത്തിൽ വെച്ച വര പോലെയായി പോകും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ സ്നേഹബന്ധത്തിൻ്റെ ജീവിതം നമുക്കുണ്ടാവട്ടെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.